ഹായ് ഫ്രണ്ട്സ് സ്റ്റോറായിട്ട് പോവാം. ഹീറോയിൻ്റെ പുറകിൽ സീനിയറിൻ്റെ പേര് ഫ്ലിക്സ്. സീനിയർ ഹീറോയിൻ്റെ പുറകെ നടക്കുക. അങ്ങനെ ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യാം. ഹീറോയിൻ അക്സെപ്റ്റ് ചെയ്തില്ല ഹീറോയിൻ. അത് കോളേജിൽ ബ്യൂട്ടിഫുൾ ഗേളാണ് ഹീറോയിനെ. എല്ലാവർക്കും ഹീറോയിനെ ഇഷ്ടമാണ്. ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യാൻ ഫ്ലിക്സ് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യുന്നത് ഹീറോയിൻ ഫ്ലിക്സ് നോക്കി സോറിപ്പാ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പറഞ്ഞ് ഫ്ലിക്സിനെ കളിയാക്കിയിട്ട് ഏലിയൻ മണ്ട എന്ന് കളിയാക്കിയിട്ട് ഏലിയൻ എന്താ ഫിലിക്സ് കയറിയായിരുന്നു. എടാ മച്ച ഞാൻ ഏലിയൻ മണ്ടനല്ലോടാ എന്ന് പറയായിരുന്നു. ഇല്ലടാ മച്ച അങ്ങനെ ഒന്നുമില്ല. ഹീറോയെ കളിയാക്കിയിട്ട് എപ്പോൾ നോക്കി പോവാണ്. ഫ്ലിക്സിക്ക് ഭയങ്കര മനസ്സ് ഒടഞ്ഞായിരുന്നു. പാവം ഫ്ലിക്സ് കയറിയായിരുന്നു. മച്ച അവൾക്ക് എന്നടാ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഹീറോ ചിറ്റിട്ട് പോയായിരുന്നു. അപ്പോൾ ജങ്കുക്കിന് ഹീറോയെ കോളേജ് കളിക്കിട്ട് വീട്ടിൽ വന്നായിരുന്നു. സ്കൂട്ടിയിലാണ് വന്നത്. ആനാ ജങ്കുക്കിന് വീട്ടിൽ ഒച്ച സൗണ്ടല്ല കേൾക്കായിരുന്നു. ജങ്കുക്ക് പറയാം എനിക്ക് പറ്റില്ല പോവും, ഞാൻ മാരേജ് കഴിക്കില്ല എന്ന് പറഞ്ഞു. ജങ്കുക്ക് ടെൻഷനിൽ പറയായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു കേൾക്ക് പ്ലീസ് ഡാ മോനെ മാരേജ് കഴിക്കടാ എന്ന് ജങ്കുക്ക് മമ്മി പറയായിരുന്നു. ഇല്ലടാ ബേബി കൊയ്യാരിക്ക് മമ്മി വേണമല്ലടാ പറഞ്ഞു കേൾക്കടാ മാരേജ് കഴിക്കടാ എന്ന് പറഞ്ഞു. മമ്മി ഭയങ്കര ടെൻഷനാക്കിയിട്ട് പറയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ടെൻഷനായിരുന്നു. മോം എനിക്ക് മാരേജ് ഇൻട്രസ്റ്റും ഇല്ല പറഞ്ഞേക്കുമ്പം ഞാൻ മാരേജും കഴിക്കില്ല, എൻ്റെ ബേബി കൂടെ ഞാൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ജങ്കുക്ക് ടെൻഷനെ അവിടുന്ന് പോയിരുന്നു. ജങ്കുക്ക് മമ്മിക്ക് ഡാഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജങ്കുക്ക് ഒരുപാട് ടെൻഷനാണ്. ഹീറോയ്ക്ക് ആ വോയിസ് എല്ലാം കേൾക്കായിരുന്നു. എന്ത് പറ്റും മമ്മി ഇത് വീട്ടിലെ സൗണ്ട് കേൾക്കാം. ഇല്ലടാ ജങ്കുക്ക് മാരേജ് അത് ചെയ്യാൻ വേണ്ടി ടെൻഷൻ ചെയ്യാം. ആരെ കൂടെ മാരേജ്? ആ ആൻറ്റീൻ്റെ ഫ്രണ്ടിൻ്റെ മോളുണ്ട്, അവളെ കൂടെ മാരേജ് കഴിക്കാൻ നോക്കുന്നത്. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞു. ഹീറോയെ കുറച്ച് മനസ്സ് തുടങ്ങിയായിരുന്നു. എന്ന് പറഞ്ഞു ഹീറോയി പോയായിരുന്നു. ഇങ്ങനെ ഏജ് ഗ്യാപ്പ് ഉണ്ടല്ലോ എങ്ങനെ സെറ്റാവും എന്ന് പറഞ്ഞു. ഹീറോയിൻ മനസ്സിൽ ഭയങ്കര സാഡായിരുന്നു. അതിനായിട്ട് ഡേസ് പോകാണെങ്കിൽ ഇപ്പം ജങ്കുക്ക് മാരേജ്. ജങ്കുക്ക് ടെൻഷനായിരുന്നു. വീച്ചെടാൻ മാരേജ്. അങ്ങനെ ജങ്കുക്ക് ടെൻഷനായില്ലായിരുന്നു. ജങ്കുക്ക് മാരേജ് ഇഷ്ടമില്ലായിരുന്നു. മമ്മി ഡാഡി ഭയങ്കര ടെൻഷൻ. ജങ്കുക്ക് മിരട്ടിയിട്ട് മാരേജ് കഴിക്കുകയായിരുന്നു. ബേബീനെ പിടിച്ചിട്ട് ബേബിനെ മാരേജ് കഴിക്കുക. ബേബിയോട് പറയരുത് ബേബി ഡാഡി മമ്മി വേണം ടോർച്ചർ ജങ്കുക്ക് ചെയ്യാം. മമ്മിയും ടോർച്ചർ ജങ്കു മമ്മി ഡാഡി ടോർച്ചർ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനായിട്ട് മാരേജ് ആയിരുന്നു. അങ്ങനെ പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറയായിരുന്നു. പെണ്ണ് കാണുന്നില്ല. റൂമെല്ലാം തേടി നോക്കും, പെണ്ണ് കാണുന്നില്ല. ഹീറോയി ഭയങ്കര ഫ്രണ്ട്സിനും കൂടെ മച്ചി ഇത് എങ്ങനെയുണ്ടടി എന്ന് പറഞ്ഞ് ഇതാക്കുമായിരുന്നു. അങ്ങനായിട്ട് ആരും ഫ്ലിക്സ് ഉണ്ടായിരുന്നു. ഹായ് ബ്യൂട്ടി എന്ന് ഫ്ലിക്സ് ഹീറോയുടെ പുറകെ നിൽക്കുക. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഫ്ലിക്സ് ഭയങ്കര ടോർച്ചറാണ്. ഫ്ലിക്സ് പറയാൻ അത് വൈൻ അത് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഹീറോയിനോട്. പുറകെ നടക്കായിരുന്നു. ഇത് ഹീറോ മമ്മി ഡാഡി ചിരിക്കായിരുന്നു. എന്താ അവിടെ നടക്കുന്നു കോമഡി. ഞാൻ ഹീറോയുടെ ഫ്രണ്ടിനോട് കേൾക്കാറുണ്ട്. ഫ്രണ്ട് പറയാതെ ഇത് സീനിയർ അവളോട് ടോർച്ചർ ചെയ്യാം. ഓ അങ്ങനെയാണോ, നല്ല ചെക്കനാ കാണാൻ. പിന്നെ ഫ്ലിക്സിനെ കുറിച്ച് അറിയായിരുന്നു. ഫ്ലിക്സ് മമ്മി ഡാഡി എല്ലാം അവിടെ വന്നായിരുന്നു മാരേജിൽ. അതിനായിട്ട് ഫ്ലെക്സ് റൂമിന് തല കൈയച്ച് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ എന്ന് പറഞ്ഞ് മമ്മി ഡാഡി ഷാക്കായി നോക്കുമായിരുന്നു. അതിനായിട്ട് പെണ്ണ് കണ്ണില്ല. ഹീറോയിൻ മമ്മി വന്നിട്ട് ഹീറോയിൻ്റെ മമ്മീൻ്റെ അടുത്ത് കേൾക്കായിരുന്നു. എന്താ പറ്റി? ഇല്ല പെണ്ണ് കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇത് പറഞ്ഞു കേട്ട് ഹീറോണ്ട് മമ്മിക്ക് ഷാക്ക്. ഇപ്പം എന്താ ചെയ്യുക? ഇനി ജങ്കുക്കിന് മമ്മി ഡാഡി സാഡായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക ഏത് ചെയ്യാം മാരേജ് ഇപ്പോൾ എൻ്റെ മമ്മി ഭയങ്കര സാഡായിരുന്നു. എൻ്റെ മോനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് മാരേജ് കഴിക്കാൻ പ്ലാൻ ഇട്ടതാണ് എന്ന് പറയുന്നു. പെണ്ണ് റൂമിൽ പെണ്ണ് കാണുന്നില്ല. പെണ്ണ് ലെറ്റർ എഴുതിയിട്ട് പെണ്ണ് ഒറ്റ ഓടിപ്പോയി. ആ പെണ്ണിക്ക് ഓൾറെഡി മാരേജ് ആയിരുന്നു. അത് മാത്രമല്ല ആ പെണ്ണ് ഓൾറെഡി പെണ്ണിട്ടാണ് ഒരാളെ ലവ് ചെയ്ത്. അതുകൊണ്ട് ആ പെണ്ണ് ഓടിപ്പോയി. മാരേജ് ഇഷ്ടമില്ല പെണ്ണിക്ക് എന്ന് പറയായിരുന്നു. ഇപ്പം എന്താ ചെയ്യാമെന്ന് ഓർക്കായിരുന്നു. ഹീറോയിൻ മമ്മി ഇങ്ങനെ യഥാർത്ഥം നോക്കും ഹീറോയിനെ കാണാൻ. ശരി ഓക്കെ ഇപ്പം വരുന്നുണ്ട് പറഞ്ഞ് ഹീറോയിനോട് പോയിട്ട് എടുത്തിട്ട് വന്നു. എന്താ മമ്മി എന്തിനെ വിളിക്കണേ? ഞാൻ പോയിട്ട് എൻജോയ് ചെയ്യുന്ന മമ്മി ഡാൻസ് കളിക്കാം വാടി ഇങ്ങനെ പറഞ്ഞ് ആരായിട്ട് ഹീറോയിനെ വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ട് റെഡിയാക്കാം. മമ്മി എന്തിനാ മമ്മി വെഡ്ഡിങ് ഡ്രസ്സ് ഇടുന്നത് പറഞ്ഞേക്ക്. അവനായിട്ട് ഹീറോയ്ക്ക് വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ട് വന്നത് തുണി അതെ വീട് മറക്കിന. അങ്ങനെ വെഡ്ഡിങ് അപ്പോൾ പറയായിരുന്നു. അങ്ങനെ ഫാദറിനോട് പോയിട്ട് ഒന്ന് കാര്യം പറഞ്ഞു. ഫാദർ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അതിൽ കുറച്ച് ഫാദറിനോട് ഒരു പേര് ചേഞ്ചായി എന്ന് ഫാദറിനോട് പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പെണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞ് ജങ്കുക്ക് തല വഗ്ഗിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെണ്ണ് ചേഞ്ചായി പറയായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കുക്ക് തല വഗ്ഗിയിടായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഹീറോയിനെ ഡാഡി വന്നായിരുന്നു. ഹീറോയിനെ കൈ കൊടുത്തായിരുന്നു. ജങ്കുക്ക് ഒരു മനസ്സിലായില്ല ഇതേ അവളോ ഡാഡിയല്ല എന്താണ് നടക്കുന്നത്. ജങ്കുക്ക് നോക്കുക ഷാക്കായിരുന്നു. അങ്ങനെ ജങ്കുക്ക് കയ്യിൽ കൊടുത്ത് എൻ്റെ മോളെ നന്നായിട്ട് നോക്കിക്കോ എങ്ങനെ പറഞ്ഞു. അങ്ങനെ കേൾക്കുമ്പോൾ ജങ്കുക്ക് ഷാക്കായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കുക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല. ജങ്കുക്ക് മാരേജ് കഴിച്ച് അങ്ങനെ കിസ് ചെയ്യാൻ പറഞ്ഞ ഹീറോയിനെ നെറ്റിയിൽ കിസ് ചെയ്ത് അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു.
ഹീറോയ്ക്ക് ഭയങ്കര വെക്കായിരുന്നു. മമ്മി ഞാൻ വീട്ടിലേക്ക് വരട്ടാ എന്ന് ഹീറോ മമ്മിയുടെ ഇടയ്ക്ക് കയറി. ഇല്ലേടി അങ്ങനെ അത് പറയാൻ പാടില്ല പോ എന്ന് പറയാം. അങ്ങനെ അവർ ഫോളോ ചെയ്ത് അതേ വീട്ടിലേക്ക് വന്നു. ഹീറോയ്ക്ക് ഒറ്റ ഓട്ടം ഇവിടുന്ന് ഓടിപ്പോകുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ഹീറോ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ നൈറ്റായിരുന്നു. ഹീറോയിനും റൂമിൽ പോയായിരുന്നു. ജങ്കുക്ക് ഒരു ടെൻഷനായിരുന്നു. വീട് പറഞ്ഞാൽ സൗണ്ട് ഉറപ്പായിരുന്നു. ഹീറോ വന്നായിരുന്നു. അത് ജങ്കുക്ക് നോക്കുമായിരുന്നു. ഹീറോ ലോക്ക് ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ ജങ്കുക്ക് നോക്കുമായിരുന്നു. ജങ്കുക്ക് സംസാരിക്കുമായിരുന്നു. സോറി നിങ്ങൾക്ക് ഈ മാരേജ് ഡ്രസ്സിൽ എനിക്ക് മനസ്സിലായി. ഓക്കെ പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. ഹീറോ തങ്ങനെ എടുത്ത് പോയി സോപ്പളി കിടന്ന് ഉറങ്ങാതെ ജങ്കുക്ക് കോൺഷ്യസായി. എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവളോട് സംസാരിക്കാൻ വന്ന ജങ്കുക്കിനെ കണ്ടിക്കാതെ പോയിട്ട് കുളിച്ച് ബ്രഷായിട്ട് സോപ്പള് കിടന്ന് ഉറങ്ങാൻ പോയായിരുന്നു. ജങ്കു കോൺഷ്യസായി. എന്താ ഇവിടെ നടക്കുന്നത്? ജങ്കുക്ക് കണ്ടിക്കാതെ ഒരാരിനെ നന്നായിട്ട് നോക്കും. അതേ ഹീറോ കോളേജിൽ പോകും. ബേബി നന്നായിട്ട് നോക്കും. ഡേസ് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഒരാരിക്ക് 6 വയസ്സായി. മമ്മി എന്താ ചെയ്യുന്നു മോം? ഒന്നുമില്ല ഒയാരി. ജങ്കുക്ക് ഹീറോയിൻ മേലെ ഇൻട്രസ്റ്റ് നന്നായിട്ട് വരാൻ തുടങ്ങിയാണ്. ജങ്കുക്കിനെ കണ്ടിക്കാതെ പോവാണ്. അങ്ങനെ ഇങ്ങനെ കോളേജിലേക്ക് ഹീറോ പോവായിരുന്നു. കോളേജിലേക്ക് പോയായിരുന്നു. കോളേജിലേക്ക് പോയായിരുന്നു ഹീറോ. ഹീറോ പറഞ്ഞ് കോളേജിലേക്ക് പോയായിരുന്നു. കോളേജ് പറഞ്ഞ ചുമ്മാ പോകാതായിരുന്നു. അവിടെ കോളേജിലെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹീറോ ഗ്രാജുവേറ്റ് പഠിച്ചിട്ട് കഴിഞ്ഞായിരുന്നു ഈ ഹീറോയ്ക്ക്. ഹീറോ പറഞ്ഞ മാസ്റ്റർ ഡിഗ്രിയാണ് പഠിക്കുന്നത് ഹീറോയ്. ഹീറോ മാസ്റ്റർ ഡിഗ്രിയാണ് പഠിക്കുന്നത് ഹീറോയ്. കോളേജിൽ ഇപ്പോൾ കുറച്ച് പഠിച്ച് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ മാസ്റ്റർ ഡിഗ്രി. ഹീറോ ഫ്രണ്ട് പറയായിരുന്നു, മച്ചി നമ്മൾ മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്നത്. എൻ്റെ ഡാഡി പറയായിരുന്നു മാസ്റ്റർ ഡിഗ്രി. എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു ഇപ്പോൾ മാസ്റ്റർ ഡിഗ്രി പഠിക്കാം എന്ന് പറഞ്ഞു. രണ്ടുപേരും നന്നായിട്ട് പഠിക്കാമെന്ന്. ഒയാരിനെ സ്കൂൾ പോയിട്ട് സ്കൂൾ പോയി വിളിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഇപ്പോൾ ഒയാരി പറഞ്ഞ് 2ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ് പഠിക്കുക എന്ന് പറഞ്ഞ് 5 വയസ്സിലാണ് സ്കൂൾ കുട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഒയാരി 2ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. ഒയാരി മമ്മി വാ എന്ന് പറഞ്ഞ് ഞാനായിട്ട് ഹീറോ വീട്ടിൽ പോകാനായിരുന്നു. ഫ്ലെക്സിൽ കൂടെ സംസാരിക്കായിരുന്നു. ജങ്കുക്ക് വന്ന് നോക്കുക. ഫ്ലെക്സ് പറഞ്ഞ് ഹീറോയിനോട് സംസാരിക്കായിരുന്നു. ഹീറോയിൻ്റെ അടുത്തുള്ള ഹെയർ നല്ല ടച്ച് ചെയ്ത് സംസാരിക്കുക. ജങ്കുക്ക് ടെൻഷൻ കൂടിപ്പോയി. എന്താ അവിടെ നടക്കുന്നത്? ജങ്കുക്ക് ടെൻഷനായിരുന്നു. ജങ്കുക്ക് മമ്മിക്ക് കോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയായിരുന്നു.